അനന്തൻ കാടെന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. ഈ സിനിമയിൽ അങ്ങനെ മിക്കവാറും മിക്സഡ് റിവ്യൂ വരാനായിരിക്കും സാധ്യത. കാരണം കുറേ പേർക്ക് ഇഷ്ടപ്പെടും, കുറേ പേർക്ക് ഇഷ്ടപ്പെടില്ല. ചിലർക്ക് ഈ സിനിമയിലുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, ഈ സിനിമയിലുള്ള കാസ്റ്റിംഗ് പെർഫെക്റ്റ് ആണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ തമിഴിൽ നിന്ന് ആര്യയുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇന്ദ്രൻ ചേട്ടനൊക്കെ തകർത്തിട്ടുണ്ട്. പറഞ്ഞു തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ്. രണ്ടാമത്തെ പ്ലസ് എന്ന് പറയുന്നത് ഈ സിനിമയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എല്ലാം അന്യായമാണ്. സ്കോറിങ്ങിൻ്റെ കാര്യത്തിലൊന്നും പറയല്ല. ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള ലെവലിലുള്ള, അതായത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തിയേറ്ററിൽ തരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ഇതിൻ്റെ സ്കോറിങ് അടിപൊളിയാണ്. മൂന്നാമത് എടുത്തു പറയുന്നത് ഈ സിനിമയുടെ മേക്കിംഗ്. ഈ സിനിമയുടെ ബഡ്ജറ്റ് അറൗണ്ട് ഒരു 40 കോടി രൂപ എന്നാണ് പറഞ്ഞത്. 1 രൂപ പോലും വേസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി മേക്കിംഗ്. ഈ 3 കാര്യങ്ങളാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ്. പിന്നെ എൻ്റെ റൈറ്റർ മുരളി ഗോപിയാണ്. പുള്ളിയുടെ സിനിമയൊക്കെ നിങ്ങൾ കണ്ടുള്ളവർക്ക് മനസ്സിലാവും. പുള്ളി കുറച്ച് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വയ്ക്കും. എമ്പുരാനിൽ ഇതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് ഹൈ റേഞ്ചിലാണ്. ഇത് അങ്ങനെയൊന്നും പോയിട്ടില്ല. അതായത് ചർച്ചയോ വിവാദമോ ഉണ്ടാകുന്ന രീതിയിലൊന്നും പുള്ളിക്കാരെ ഈ സിനിമയിൽ അങ്ങനെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടില്ല. പിന്നെ ഏകദേശം ഒരു 1980 കാലഘട്ടത്തിലുള്ള ഒരു തീമിലാണ് ഈ സ്റ്റോറി പോകുന്നത്. ഈ സിനിമയിൽ മേക്കിംഗ് പറയുമ്പോൾ ഇതിലൊരു ചേസിങ് സീനുണ്ട്. ചേസിങ് സീൻ എന്ന് വെച്ചാൽ പുതിയ കാറുകളൊന്നുമില്ല. നമ്മൾ ആ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ പഴയ പോലീസ് ജീപ്പ്, അംബാസഡർ കാറും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടി അടിപൊളിയായിരുന്നു. ഈ സിനിമയുള്ള ആക്ടിങ്ങും ആക്ഷനും മേക്കിങ്ങും സ്കോറിങ്ങും എല്ലാം അന്യമാണ്. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം പടം ഒന്ന് ഡിമ്മായതുപോലെ തോന്നും. പക്ഷേ ഓവറോൾ അതൊരു പ്രശ്നമല്ല. പിന്നെ ആകപ്പാടുള്ളൊരു പ്രശ്നം, ഈ സിനിമ നമ്മൾ ഏകദേശം കണ്ട് മടുത്ത പോലത്തെ ഒരു തീമാണ്. അതായത് സ്റ്റോറി ലൈനാണ്. വാളെടുത്തവൻ വാളാൽ എന്നുള്ള ഒരു റേഞ്ചിലാണ് ഈ സിനിമയുടെ ഇത് പോണത്, സ്റ്റോറി പോണത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അങ്ങനെ ഭയങ്കര രീതിയിലുള്ള ഒരു സസ്പെൻസ് കൊടുക്കുമായിരുന്നു. പക്ഷേ അത് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യമാണ്, അത് വേണമെങ്കിൽ ക്ലൈമാക്സ് ഒരു സസ്പെൻസ് ആക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ എടുത്ത് പറയാനായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഓവറോൾ ഒരു നല്ല സിനിമ. പിന്നെ എടുത്തു പറയേണ്ട ഒരാൾ, അതായത് ഈ സിനിമയിൽ കേരള CM എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു ബോഡി ഗാർഡുണ്ട്. അത് വേണമെങ്കിൽ സ്പോയിലറൊന്നും നിങ്ങൾ പറഞ്ഞാൽ അതുകൊണ്ട് ഇത് കാണാൻ താല്പര്യമില്ല, അത് പൊക്കോ. ഒരു ക്യാരക്ടറുണ്ട്. ആ പുള്ളിക്കാരൻ്റെ ബോഡി ലാംഗ്വേജും സ്പെക്സ് വെച്ചുള്ള നിപ്പൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. പുള്ളിക്കാരൻ്റെ ഡയലോഗൊന്നുമില്ല. അവസാനം വല്ല കത്തിക്കലോ എന്തെങ്കിലും ഒരു സംഭവം കാണാമെന്ന് വിചാരിക്കും. പുള്ളിക്കാരൻ നല്ല രീതിയിൽ പിടച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മിനിറ്റ് ഫൈറ്റാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഒബ്വിയസ്ലി ക്ലൈമാക്സിൽ പുള്ളിക്കാരൻ എന്തായാലും ജയിക്കില്ല, കാരണം പുള്ളിക്കാരൻ നെഗറ്റീവ് ഷെയ്ഡാണല്ലോ. ഈ സിനിമയിൽ നെഗറ്റീവ് കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും പെർഫെക്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. എന്താ പറയുക, മേക്കിംഗ് എന്ന കാര്യങ്ങളിലെല്ലാം അതിൽ ഈ സിനിമ ഒരു പെർഫെക്റ്റാണ്. പക്ഷേ നമ്മൾ സ്ഥിരം കണ്ടുമടുത്ത ഒരു സ്റ്റോറി ലൈനായിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒരു പടത്തിനൊരു 3.2 3.3 ഒക്കെ കൊടുക്കും. ഓക്കെ, ബൈ.